അമേരിക്കൻ മലയാളികൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയലുണ്ട്. അത് പലരും കണ്ടു കാണും, പക്ഷെ കാണാത്തവരും ഇനി കാണാതിരിക്കരുത്. ഒരു സൂപ്പർ ഹിറ്റ് സീരിയലാണ്, ഞാൻ കണ്ടു, എനിക്കിഷ്ടമായി. മല്ലുവാണ് താരം. മല്ലു എന്ന് പറഞ്ഞാൽ അറിയാലോ മലയാളികൾ, അപ്പോൾ മലയാളിയാണ് താരം. അപ്പോൾ അതിൽ ഏത് താരമാണെന്നുള്ളത് നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങളുടെ കൈരളി TV-യിൽ മല്ലുവാണ് താരം. ജന്മനാടിന് പകരം വെക്കാൻ മറ്റെന്താണുള്ളത്? ഓ, ഒരു ജന്മനാട്. വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല. പിരിവുകാരുടെ ശല്യം കാരണം കഥക് തുറക്കണം, സമരവും എന്നും കാരണം പുറത്തോട്ടിറങ്ങണ്ട. ഓ, എന്തായാലും ഞാനിനി നാട്ടിലോട്ടില്ല. Hi, Mole. How's the school? Pretty good, Uncle. Mole, you speak no Malayalam? Learn Malayalam. You know, Malayalam good language. You go India, no speak Malayalam, big problem. അങ്കിൾ എനിക്ക് മലയാളം അറിയാം. അങ്കിൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. എടോ MP, ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത്, കണ്ട പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് കൊളാക്കരുത്. ഹലോ, ഞങ്ങളെ എൻ്റെ വീടിനൊരു ബോംബ് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ചെല്ല് ഇവിടെ ഒരുമാതിരിപ്പെട്ട ബോംബൊന്നും എന്റെ ചിന്നമ്മയ്ക്ക് തിരക്കത്തില്ല. താൻ അതുപോലെ അഫ്ഗാനിസ്ഥാനിലും കൊണ്ടുപോകും. അവിടെ ആകുമ്പോൾ ഇപ്പൊ നല്ല മാർക്കറ്റ്. എന്തിനാണോ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത്? താൻ കണ്ണൂരോട് കൊടുക്ക്. അത് തന്റെയും ഇവരുടെയൊക്കെ പാർട്ടിക്കാരോട് നോക്കി നിൽക്കുകയല്ലേ പൊന്നുമ്പലൊക്കെ എടുക്കാനായിട്ട്. എന്നാ പറയാനുള്ളത്, എന്റെ ചിന്നമ്മ എന്നെ വിടത്തില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ പോയി ഒരു വിലസിയനെ. അതെ, തൻ്റെ ഈ തരികിട പരിപാടിയും കൊണ്ട് നാട്ടിലോട്ട് ചെന്നാൽ മതി. ആമ്പിള്ളേർ തല്ലിക്കൊന്നേ തീ കായ്ക്കും. കാര്യം നമ്മുടെ എതിർകക്ഷിയാണെങ്കിലും നാട്ടിലെ കറണ്ട് പൊളിറ്റിക്സിനെ കുറിച്ച് അറിയണേ കറിയാച്ചാൻ ഉപയോഗിക്കണം. ഇത് അച്ചായോ, നമ്മുടെ MP-ക്ക് ഏതായാലും അച്ചാൻ്റെ ഇന്ന് 2 കൊട്ടി കിട്ടിയാലേ ശരിയാവുള്ളൂ. ഞങ്ങൾ ഏതായാലും കൈ കഴിയും. എന്താടോ MP, ജനസേവനമൊക്കെ എങ്ങനെ നടക്കുന്നു? ഓ, എന്തോ പറയാൻ എൻ്റെ ചായ, സേവനമൊക്കെ അങ്ങ് നാട്ടിലില്ലേ. ഇവിടെ ഇപ്പം നമ്മുടെ ജോസ് പറയുന്ന പോലെ എങ്ങനെങ്കിലും $10 ഉണ്ടാക്കണം, അതല്ലേ പ്രധാന അജണ്ട. അല്ല, നാട്ടിലിപ്പം നിങ്ങളുടെ അച്ചായന്മാരൊക്കെ റബ്ബർ കച്ചവടം നിർത്തി ബോംബ് വ്യവസായം തുടങ്ങുന്നതാണല്ലോ കേൾക്കുന്നത്. അതേ, നിങ്ങളുടെ കുട്ടിസഖാക്കൾ ഉണ്ടാക്കുന്ന നാടൻ ഉണ്ടകൾ ഓരോരുത്തർക്ക് കുഴിച്ചിട്ട് നിങ്ങളുടെ പോലീസിനെ കൊണ്ട് തന്നെ മാന്തിച്ചിട്ട് അതിനൊക്കെ നല്ല പരിചാരമില്ലേ. ഞങ്ങളേ സത്യക്രിസ്ത്യാനികളാണ്. ഒരു കാരണം കഴിച്ചാൽ മറു കാരണം കൂടെ കാണിക്കാനാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. എടേ, നിങ്ങളുടെ ഈ തോക്കും ബോംബും ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വലിച്ചോണ്ട് വരരുതേ. വല്ല ജോലിയും ചെയ്ത് ദൈവത്തെയും വിളിച്ച് ഞങ്ങളെയൊക്കെ ജീവിക്കാൻ സമ്മതിക്കും. എൻ്റെ ജോസ്, ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ച് പണി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. വേണ്ടാത്തടത്ത് ഇടപെടരുതെന്ന് ഞങ്ങൾ പറയാറുള്ളൂ. അല്ല, അതിന് പള്ളിക്കാരും അമ്പലക്കാരും ഒക്കെ നിങ്ങളുടെ ശത്രുക്കൾ എന്നാര് പറഞ്ഞു? ആരുടെയും സ്വകാര്യ വിശ്വാസം ഞങ്ങൾ ഇടപെടാറില്ല. മാത്രമല്ല, വിശ്വാസമുള്ളവരെങ്കിലും പീഡിപ്പിക്കുന്നത് കണ്ടാൽ അവരുടെ രക്ഷയ്ക്കായി ഞങ്ങൾ മുൻപന്തിയിലുണ്ടാകുന്നതാണ്. എൻ്റെ അച്ചായ, രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾ ഇവിടുന്ന് പോയി പറ്റത്തില്ല. ഞങ്ങളെ വേറൊരു കാര്യം പറയാനാണ് വന്നത്. അത് MP-യെ കണ്ടപ്പോഴേ മനസ്സിലായി, എന്തോ കേസ് കെട്ടുമായിട്ടാണ് വരെ വന്നു. എടോ MP-യെ, തൻ്റെ ചിന്നമ്മയ്ക്ക് എന്നത് അവധിയാണ്. അതന്നെയാണ് ഞാൻ ചിന്നമ്മയുടെ അടിമയാണ്. എടോ, താൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സാധാരണ പകൽ സമയത്ത് എനിക്ക് ബേബി സിറ്റിംഗ് ആണല്ലോ പ്രധാന ഉദ്യോഗം. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പോൾ പിന്നെ തോമസ് കുട്ടി, ഈ വർഷത്തെ അസോസിയേഷൻ്റെ കർമ്മപരിപാടികളെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ നേരിട്ട് ഇറങ്ങിയത്. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ വർഷത്തെ അസോസിയേഷൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. ഓരോ വർഷം വരുന്ന പ്രസിഡന്റുമാർ മുഖം മാറ്റി അസോസിയേഷൻ ഇപ്പം മുഖമേ ഇല്ലാതായിട്ടുണ്ട്. അത് താൻ ഇപ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയത് കൊണ്ടല്ലേ? എന്റെ മാതച്ച, നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് വഴി മാറാതെ വന്ന കാര്യം പറയാൻ നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ മാതൃഭാഷയായ മലയാളം പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു മുഖ്യ അജണ്ടയാണ്. അതിപ്പോ ഒരു പുതിയ പരിപാടിയൊന്നുമല്ലല്ലോ, മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന തന്നെ പരിപാടികളാ. അതൊക്കെ ചുമ്മാ പേര് നടത്തുന്നത് മാത്രമല്ല, അതിപ്പോ മുറയും കിടക്കരുത്. ഈ വർഷം ഞാനാ ക്ലാസ് എടുക്കുന്നത്. പിള്ളേരെ 10 അക്ഷരം പഠിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടോ, അപ്പൊ തന്നെ ആരാ മലയാളം പഠിപ്പിക്കുന്നത്? തനിക്കറിയാമോ, ഞങ്ങളുടെ പാർട്ടിയിലെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായിരുന്നു ഞാൻ. MP ആയിട്ട് മത്സരിച്ചപ്പോഴത്തെ തീപ്പൊരി പ്രസംഗത്തിന്റെ കാസറ്റൊന്ന് തരാം, താനൊന്ന് കേട്ടു നോക്ക്. ആ പ്രസംഗത്തിന്റെ ഗുണം കൊണ്ടാണല്ലോ താൻ തോറ്റു തൊപ്പിയിട്ടത്.
പഠിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ തമ്മിൽ അടിയിടണ്ട. ദേ, ഒരു യഥാർത്ഥ അധ്യാപകൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനും മറ്റൊരാളെ അന്വേഷിക്കണം. ആ വിഷയം അച്ചായനോടൊന്ന് സംസാരിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അച്ചായൻ എന്ത് പറയുന്നു? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു ജോലി മാത്രമായിരുന്നില്ല, അതെൻ്റെ ഒരു പാഷനാണ്. പിന്നെ നിങ്ങൾക്കെല്ലാം പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്കതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ അസോസിയേഷൻ്റെ വേണ്ടാത്ത പൊളിറ്റിക്സിലൊന്നും എന്നെ വലിച്ചെടുക്കരുത്. ആ എനിക്കൊന്നും പറയാനുള്ളൂ. പഠിപ്പിച്ച് അച്ചായൻ പിള്ളേരുടെ നിറം ചുവപ്പാക്കായിരുന്നാണ്. നിറം കണ്ട് വിരൽ പിടിക്കേണ്ട MP ഗുണമുണ്ടോ എന്ന് നോക്കിയാൽ മതി. കേട്ടോ അച്ചായ, എന്നാൽ അടുത്ത ആഴ്ച ഞങ്ങൾ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് അച്ചായനെ ആ വിവരം അറിയിക്കാം. ഈ പ്രധാന വിഷയം കുഞ്ഞുങ്ങളെ ശനിയാഴ്ച രാവിലെ മലയാളം ക്ലാസ്സിൽ വിടുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളുണ്ടെങ്കിലേ ഉള്ളൂ പരിപാടി വിജയിക്കുകയുള്ളൂ. ഇത് ജോണി, തനിക്കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓ, അവർക്കതിനൊന്നും ഒരു താല്പര്യമില്ലെന്നേ. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ പഠിച്ചു തീർക്കാൻ അവർക്ക് സമയമില്ല. പിന്നെ ഈ വേണ്ടാത്ത ഭാഷയൊക്കെ പഠിച്ചിട്ട് എന്നെ എടുക്കാൻ. കുഞ്ഞുങ്ങൾ മാതൃഭാഷ പഠിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, മറിച്ച് ഗുണമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും നാട്ടിൽ അവധിക്ക് പോകുമ്പം മാതൃഭാഷ അറിയാത്തതുകൊണ്ടുള്ള അനാഥത്വം അവർക്ക് അനുഭവപ്പെടത്തില്ല. മറ്റുള്ളവരുടെ ലാളനയും സ്നേഹവും അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പച്ചൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഈ വേണ്ടാത്ത ഭാഷയൊക്കെ പഠിച്ചാലേ അവരുടെ ഇംഗ്ലീഷ് ഭാഷയെ തന്നെ അത് ബാധിക്കും. തന്നെയുമല്ല, ഈ വേണ്ടാത്തതൊക്കെ പഠിച്ചിട്ട് വെറുതെ അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ അവരെ പുഷ് ചെയ്ത് പഠിപ്പിക്കുന്നത്? ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നവരുടെ ബുദ്ധിവികാസത്തിൽ പലതരം ഗുണപരമായ മാറ്റങ്ങളും കണ്ടെത്തിയതായി ഈ അടുത്ത സമയത്തും ഒരു പഠന റിപ്പോർട്ട് ഞാൻ വായിക്കുകയുണ്ടായി. പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്താ അങ്കിൾ? You know Monu? Learn Malayalam. I am your teacher. You finish, you speak like me. മോളെ, നിന്റെ ബ്രദേഴ്സിനെ കൂടെ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ? അപ്പോൾ തോമസൂട്ടേ, നമ്മൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇനി വേറെ ചില വീടുകളിൽ കൂടി കയറാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ശരി അച്ചായോ, ശരി എന്നാ. സൂസി, മോൻ വിളിച്ചില്ലല്ലോ ഇതുവരെ. എന്താ പറ്റി അവൻ ഇത്ര താമസിക്കാൻ? ഓ, വാലഡിറ്റോറിയനുള്ള പഠിത്തത്തില്ല. ഊണുമില്ല, ഉറക്കവുമില്ല, ഏത് സമയം ലൈബ്രറി തന്നെയാണ്. ഈ വർഷം വാലഡിറ്റോറിയൻ ആയാലേ ഒരു പുതിയ കാറ് മേടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്കോ ഡാഡി? നിന്നെ ഒരു സായിപ്പിനെ കണ്ട് കെട്ടിക്കുക. മമ്മി, ഈ മമ്മയ്ക്ക് എല്ലാവരും ആചാര്യനോട് സ്നേഹം. മോളെ, ഡാഡിയുടെ ഫോണാ അപ്പച്ചൻ്റെ മുറിയിലായിരിക്കുന്നത്. ആരാന്ന് നോക്കിക്കേ. Dad, it's for you from Bethany Police Station. Hello, this is John. Yes. What? Is he okay? Okay. We are coming. അയ്യോ, എന്താ യോണിച്ചായ? എന്ത് പറ്റി? എന്തിനാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്? സൂസി, നമ്മുടെ മോൻ നമ്മളെ ചതിച്ചടി. അവനും കൂട്ടുകാരും കൂടി കള്ളു കുടിച്ച് സിനിമാ തിയേറ്ററിൽ കിടന്ന് അടി ഉണ്ടാക്കിയതിന് ബദനി പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുക. നീ വാ, നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. അയ്യോ, നമ്മുടെ മോൻ. കൊള്ളാം, നല്ലൊരു ഓണസദ്യ ഉണ്ട് ഒരു ഫീലിംഗാ. പലതരം കറികളും കൂട്ടി നല്ലൊരു സദ്യ ഉണ്ട് ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതുപോലെ തന്നെ മറ്റൊരു കിടിലൻ ഓണസദ്യയുമായി അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരും. Till then, signing off. Yours Indira. മല്ലുവാണു താരം മല്ലു